വേണ്ടി വാദിക്കുന്ന ദൈവം, നിന്നെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പ്രവാചക പുസ്തകം ഇങ്ങനെ പറയുന്നു, ദർശനത്തിൽ ഒരു അവധി വച്ചിരിക്കുന്നു. അത് വരും, നിശ്ചയമായിട്ട് വരും, അത് വരാതിരിക്കില്ല. അതെ, നിന്നെ മാനിക്കുന്ന ദൈവം. അതെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം ദൈവത്തോടുള്ള സഹകരണം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. പ്രൈസ് ലോർഡ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു തിരുവചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 127 അധ്യായം അതിൻ്റെ 1 വചനം. സങ്കീർത്തനങ്ങൾ 127 അധ്യായം അതിൻ്റെ 1 വചനം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിനവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിനവർ വൃഥ അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. ഇതൊരു സൊലൊമോൻ രാജാവിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ജ്ഞാനികളുടെ ജ്ഞാനിയായ സൊലൊമോൻ രാജാവ് തൻ്റെ അനുഭവത്തിലൂടെ, തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ താൻ പറയുകയാണ്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിനവർ വൃഥ അധ്വാനിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തോടുള്ള സഹകരണം. എന്നെ ശ്രവിക്കുന്ന പ്രിയ പൈതലെ, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ജീവിതം ദൈവത്തോടുള്ള സഹകരണം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് കാണാൻ കഴിയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിനവർ വൃഥ അധ്വാനിക്കുന്നു. നമ്മുടെ ഓരോ നിമിഷമോ ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് പറയുന്നല്ലേ, നമ്മുടെ ഓരോ ആവശ്യങ്ങളും, ഞാൻ ഉൾപ്പെടെ, ദൈവമേ എനിക്കിതില്ല, ഇത് ചെയ്യണമപ്പ, അങ്ങനെ ചെയ്യണമപ്പ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും തന്നെ അവിടെ ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ സങ്കീർത്തനക്കാരനായ സൊലൊമോൻ രാജ പറയാണ്, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്താലും ചെയ്തില്ലെങ്കിലും തന്നില്ലെങ്കിലും എൻ്റെ ദൈവം എന്ന് പറയത്തക്കവണ്ണം ആ വിശ്വാസത്തിൽ, ആ ദൈവത്തോടുള്ള സഹകരണം നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. നമുക്കൊരു തിരുവചനം വായിക്കാം. 1 സമൂഹ പുസ്തകം 15 അധ്യായം 2-3 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ചു. അവരോട് ചെയ്തതിന് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേഖരെ തോൽപ്പിച്ച് അവരുള്ളതൊക്കെയും നിർമ്മൂലമാക്കുക എന്ന് സമൂവേൽ പ്രവാചകനോട് സൗൽ രാജാവിന് അരുളി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ കാണാൻ കഴിയും, അമാലേഖരെ അവിടെ ഉള്ള എല്ലാത്തിനും, ആട്, മാട്, കഴുതകൾ, മനുഷ്യരൊക്കെയും സകലത്തെ ഒന്നുപോലെ വയ്ക്കാതെ സകലത്തെയും സംഹരിച്ച് കളക എന്നാണ് ദൈവം പറഞ്ഞത്. അവിടെ കാണുവാൻ കഴിയുന്നത്, ഇസ്രായേൽ മക്കളുടെ രാജാവായ സൗൽ രാജാവ് ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ട സമൂവേൽ പ്രവാചകൻ സൗലോട് പറയാണ്, അമാലേഖരെ നിർമൂലമാക്കുക, എല്ലാവരെയും സംഹരിച്ച് കളക എന്ന് സൗൽ രാജാവിനോട് സമൂവേൽ പ്രവാചകൻ പറഞ്ഞു. എന്നാൽ നമ്മൾ താഴോട്ട് കാണുവാൻ കഴിയുന്നത്, അമാലേഖർ യുദ്ധം ചെയ്തു സൗൽ, അതൊക്കെ ശരിയാണ്. എന്നിരുന്നാലും സൗൽ രാജാവ് തടിച്ച കൊഴുത്ത ആടുമാടുകളൊക്കെയും താൻ അതിനെ കൊന്നു കളഞ്ഞില്ല, സംഹരിച്ചു കളഞ്ഞില്ല. അതിനൊക്കെ താൻ ചെയ്തു കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇത് ദൈവത്തിന് അനിഷ്ടമായി തോന്നി. ഞാൻ സൗൽ രാജാവിനെ അഭിഷേകം ചെയ്ത രാജാവ് താൻ പറഞ്ഞ പ്രകാരമല്ല അവിടെ ചെയ്തത്. ദൈവത്തോടുള്ള സഹകരണമില്ല അവിടെ സൗൽ രാജാവിന് ഇഷ്ടപ്രകാരം താൻ അവിടുത്തെ തടിച്ചു കൊഴുത്ത ആടുമറകളൊക്കെ താൻ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോടുള്ള സഹകരണം എത്രത്തോളം ഉണ്ട്? അപ്പം ദൈവം പറഞ്ഞിട്ട് പോലും അവിടെ സൗൽ രാജാവ് തൻ്റെ ഇഷ്ടം ചെയ്തു. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? അല്ലേ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന് പറഞ്ഞു, ദൈവഹിതമാണോ നമ്മൾ ചിന്തിക്കാതെ. അതെ, ഈ നാളുകളിൽ നമ്മൾ ദൈവത്തോടുള്ള സഹകരണം ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ കഴിയുന്നത്, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ചു. അവരോട് ചെയ്തതിന് യഹോവ കുറിച്ചു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ദൈവപൈതലേ, ദൈവം
നമുക്ക് വേണ്ടി കുറിച്ചു വച്ചിരിക്കുകയാണ്. നിന്റെ നേരെ വിരൽ ചൂണ്ടിയവരെ, നിന്നെ വേദനിപ്പിച്ചവരെ, നിന്റെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരെ, ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് മാറ്റിയവരെ, നിനക്ക് അവസരം തരാത്തവരെ, ജോലി സംബന്ധമായ പ്രതികൂല സാധ്യതകളൊക്കെയും നിന്നെ നിന്ദിച്ചവരെ ഇവിടെ കാണാൻ കഴിയും. അമാലേക്ക് അവരെ ആക്രമിച്ചു അവരോട് ചെയ്തതിന് യഹോവ കുറിച്ചു വച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ എതിരെ ആരൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നു അവരെക്കുറിച്ച് ദൈവം എഴുതി വച്ചിരിക്കാൻ. ഹല്ലേലൂയ. അവരെ മധ്യേ മാണിക്കുന്ന ഒരു ദിവസമുണ്ട്. നമുക്ക് കാണാൻ കഴിയും എസ്തറിന്റെ ജീവിതത്തിൽ ഹാമാൻ മൊർദെഖായ്ക്കെതിരെ കഴുമരം ഒരുക്കിക്കൊണ്ടേയിരുന്നു, അല്ലേ, അവനെ കൊല്ലുവാൻ. എന്നാൽ ഹാമാന്റെ മുന്നിൽ വെച്ച് തന്നെ മൊർദെഖായെ ദൈവം മാനിച്ചില്ലേ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നെ നിന്ദിച്ചതിന് മധ്യേ, നിന്നെ തള്ളിക്കളഞ്ഞതിന് മധ്യേ, നീ വേദനിച്ചതിന് മധ്യേ നിന്നെ മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് എഴുതുന്ന ദൈവം, നീ ദൈവത്തിൻ്റെ സഹകരണത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വേണ്ടി വാദിക്കുന്ന ദൈവം, നിന്നെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പ്രവാചക പുസ്തകം ഇങ്ങനെ പറയുന്നു, ദരിദ്രതയിൽ ഒരു അവധി വച്ചിരിക്കുന്നു. അത് വരും, നിശ്ചയമായിട്ട് വരും, അത് വരാതിരിക്കില്ല. അതെ, നിന്നെ മാനിക്കുന്ന ദൈവം. അതെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം ദൈവത്തോടുള്ള സഹകരണം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അല്ലെങ്കിൽ അതെ, നമ്മുടെ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ കൊണ്ടുവന്നപ്പോൾ അമാലേക്യർ ഇസ്രായേൽ മക്കളെ ആക്രമിച്ചു, അത് ദൈവം കുറിച്ചു വച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ എവിടേക്ക് ത്യജിക്കപ്പെട്ടോ, എവിടേക്ക് നിന്ദിക്കപ്പെട്ടോ, ആത്മീയ ജീവിതത്തിലും ശുശ്രൂഷ മേഖലയൊക്കെയും എവിടേക്ക് ത്യജിക്കപ്പെട്ടുവോ, എവിടേക്ക് നമ്മൾ വേദനിപ്പിച്ചോ, ആർക്ക് വേദനിപ്പിച്ചു, ദൈവം നമ്മളെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അതെ, ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കാണുമാറായിരിക്കും. ദൈവം നിങ്ങളെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. സ്തോത്രം.